പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പിഹ എന്ന് പറയുന്നൊരു ബീച്ചിൽ, പിഹ ആ ബീച്ചാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബീച്ചിൻ്റെ പ്രത്യേകിച്ച് ഈ ബീച്ച് ന്യൂസിലൻഡിൻ്റെ ഒരു അതിർത്തിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് അത് നേരെ സിഡ്നിയിലേക്കാണ് അത് കാണുന്നത്. സിഡ്നി, ഓസ്ട്രേലിയയുടെ സിഡ്നിയുടെ ഭാഗവും ഈ പിഹ ബീച്ചും നേരെ മുഖത്തോട് മുഖമായിട്ടിരിക്കുന്നത്. ഇവിടെ മേഴ്സർ ബേ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മേഴ്സർ ബേ, ഇത് ഈ ഭാഗത്തോട്ട് പോകുമ്പോഴാണ്. ഈ മേഴ്സർ ബേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മേഴ്സർ ബേ എന്ന് പറയുന്നത് ഒരു ട്രാക്കാണ്. ഇങ്ങനെ ആ ബീച്ചിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വണ്ടികളിൽ അല്ലെങ്കിൽ സൈക്കിളുകളിൽ യാത്ര ചെയ്യുക, ട്രക്കിംഗ് പോലെ യാത്ര ചെയ്യും ആളുകളെ. അപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ന്യൂസിലൻഡ് ഗവൺമെൻറ്റിന് ഇന്ന് വരെ പിടികിട്ടാത്ത ഒരു വലിയ സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. 1992 മുതൽ ഇന്ന് വരെ ആ ഭാഗത്തിലൂടെ, ആ മേഴ്സർ ബേയിലൂടെ ട്രക്ക് ചെയ്യുന്ന ചില ആളുകളെ കാണാതെയായിപ്പോയി. അവർ കംപ്ലീറ്റ്ലി വാനിഷ് ആയിപ്പോയി. അവർക്ക് എന്ത് പറ്റിയെന്നോ അവർ എവിടെയാണ് എന്നോ ഇന്ന് വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ഭീകര അന്തരീക്ഷം ഈ രാജ്യത്ത് സൃഷ്ടിക്കുകയുണ്ടായി. അവർക്ക് എന്തു പറ്റി? പലതരത്തിലുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഒന്നും യാതൊരു അവരുടെ ശരീരം കിട്ടുകയോ അവരുമായി ബന്ധപ്പെട്ട ഒരു ക്ലൂ പോലും ഇല്ലാതെ പോയി എന്നുള്ളത് വളരെ അതിശയകരമായ കാര്യമാണ്. അനേകം ആളുകളെ രാജ്യങ്ങളൊക്കെ കാണാതെയാവുമെങ്കിലും ഈ മേഴ്സർ ബേയിലൂടെ യാത്ര ചെയ്താൽ ഇത്രയും അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റയ്ക്ക് മേഴ്സർ ബേയിലൂടെ ട്രക്കിങ്ങിന് പോകരുത്. അതുപോലെ തന്നെ ലേഡീസ് മാത്രമായിട്ട് പോലും, എല്ലാം വലിയ പ്രായമില്ലാത്ത ആളുകളാണ് കൂടുതലും പോയിരിക്കുന്നത്. എവിടെ പോയി എന്നൊന്നും അറിയത്തില്ല. കൊലപാതകം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ സീരിയൽ കില്ലർ ഇവിടെ ഉണ്ടോ, ഈ ഭാഗത്തൊരു സീരിയൽ കില്ലർ എന്ന് വെച്ചാൽ തുടർച്ചയായി ഇങ്ങനെ ആളുകൾ നഷ്ടപ്പെടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളും പഠനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഏറ്റവും ആദ്യത്തെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഭൂമിയിൽ ഏറ്റവും ആദ്യം ഉണ്ടായ മരണം എന്ന് പറയുന്നത് ആബേലിൻ്റെ മരണമാണ്. ഇപ്പം കായേൽ ആബേലിനെ കൊന്നു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ. ഈ ആബേലിനോട് കായേലിന് ഭയങ്കര വിരോധം, അല്ലെങ്കിൽ ഒരു വൈരാഗ്യം, അല്ലെങ്കിൽ അസൂയ, ഇതെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. കാരണം ബലി അർപ്പിച്ചപ്പോൾ ദൈവം ആബേലിൽ പ്രസാദിക്കുകയും കായേലിൽ പ്രസാദിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ ഒരു ദേഷ്യമുണ്ടായത്. ദൈവം തന്നെ പറയുന്നുണ്ട്, പിശാച് നിന്നെ നോട്ടമിട്ടിരിക്കുന്നു, പാപം പടിവാതിക്കൽ കാത്തിരിക്കുന്നു, നീ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് കായേലിനോട് പറഞ്ഞതാ. പക്ഷെ കായേൽ അതൊന്നും ഗവനിച്ചില്ല. പ്രിയ ദൈവമക്കളെ, നമ്മളും അങ്ങനെ തന്നെ. പാപം വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട്, പടിവാതിക്കൽ നിൽക്കുന്നുണ്ട്, നമ്മളെ എങ്ങനെ പൊസസ് ചെയ്യാമെന്ന് കരുതി. കായേൽ അത് ഗവനിച്ചില്ല. കായേലിന് ആബേലിനോടുള്ള ദേഷ്യം കയറി വന്നു. ഒരു ദിവസം ആബേലിനെ വിളിച്ചിട്ട് വാ നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് കായേലിൻ്റെ വയലിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ ഒരു പക്ഷേ മരണം ആരും കണ്ടിട്ടില്ല. ആദവും കണ്ടിട്ടില്ല, ഹവ്വയും കണ്ടിട്ടില്ല, കായേലോ ആബേലോ. മരണം എന്താണെന്നുള്ള, ആ മരണം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ഇല്ലേ, മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ഭൂമിയിൽ മനുഷ്യൻ കണ്ടിട്ടില്ല. ഒരു പക്ഷേ കായേലിന് അറിയാൻ പാടുണ്ടാവില്ലായിരിക്കും മരണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ പാടുണ്ടാവില്ല. എന്തായാലും അവൻ ഉപദ്രവിച്ചു, ആബേല് വീണു, ബ്ലഡ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ നിലത്ത് കിടന്ന് പിടഞ്ഞിട്ടുണ്ടാകും, അവൻ ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവും ഉച്ചയ്ക്ക്, കുറച്ച് കഴിയുമ്പോൾ മിണ്ടാതിയായിട്ടുണ്ടാവും. അതിനുശേഷം ഈ മരണം ആദ്യമായിട്ട് കാണുന്നതല്ലേ ഈ കായേൽ ഒരിക്കലും ചിലപ്പോൾ ചിന്തിച്ച് കാണൂല ആബേൽ ഇനി ഒരിക്കലും തന്നോട് സംസാരിക്കില്ല എന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇനി ആബേൽ വീട്ടിലോട്ട് വരികയില്ല എന്നോ, ഇനി അപ്പനും അമ്മയും ആബേലും തനിക്കും ഒരുമിച്ച് ഇനി വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റത്തില്ല, ആബേൽ എന്നേക്കുമായി തങ്ങളെ വിട്ടു പോവുകയാണ് എന്നോ ഒരു പക്ഷേ കായേൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ കായേൽ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പിശാച് സിറ്റുവേഷൻ വോഴ്സാക്കി കളഞ്ഞു. ഇതുപോലെ തന്നെയാണ് യൂദാസിൻ്റെ കാര്യത്തിലുണ്ടായത്. യൂദാസും യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കൊല്ലാൻ വിധിക്കുന്ന ഒരു പക്ഷേ പ്രതീക്ഷിച്ച് കാണില്ല. അതുകൊണ്ടായിരിക്കാം
യേശു ക്രിസ്തുവിനെ കൊല്ലാൻ വിധിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ ദേവാലയത്തിൽ വന്ന് വെള്ളി നാണയങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ഈ പറയുന്ന ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാരുടെ അടുത്തിൽ ഒച്ചയുണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം. അതിനുശേഷം അവൻ മനസ്സ് നൊന്ത് കുറ്റബോധത്താൽ അവൻ പോയി കെട്ടി തൂങ്ങി മരിക്കുക. അപ്പോൾ യൂദാസിൻ്റെ കേസിലും ഇങ്ങനെ തന്നെ. യൂദാസ് കൊല്ലണം എന്ന് കരുതിയിട്ടായിരിക്കില്ല ഒറ്റ കൊടുത്തത്. പക്ഷേ സാത്താൻ അവനെ കൊണ്ട് അത് ചെയ്യിക്കുമ്പോൾ ഒരു വലിയ കൊല, ഒരു വലിയ മർഡർ അതിൻ്റെ പിന്നിലൂടെ സാത്താൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുക. യൂദാസിനെ കൊന്നുകളയുക എന്നുള്ള എയിം അവിടെയുണ്ട്. യേശുവിൻ്റെ മരണം തികച്ചും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ സാത്താൻ അവിടെ യൂദാസിനെ കൊന്നുകാട്ടി കളഞ്ഞു. ഇതുപോലെ തന്നെയാണ് പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ചെയ്യുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ ചെറുതാണെന്നാണ് ചിന്തിക്കുന്നത്, നിസ്സാരമായിട്ട് ചിന്തിക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് പോകും ചിലത്. നമുക്കൊരിക്കലും തിരിച്ചു കിട്ടാത്തവണ്ണം വലിയ നഷ്ടങ്ങളും വലിയ തകർച്ചകളൊക്കെ ഉണ്ടാക്കും. ചില ആളുകളുടെ ഒരു വാക്ക് മതി ചിലപ്പോൾ ഒരു കുടുംബം തന്നെ തകർന്ന് തരിപ്പണമായി പോകാൻ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഒരാൾ പറഞ്ഞ ഒരു വാക്ക് മതി ഒരു കുടുംബത്തെ, ഒരു സൊസൈറ്റിയെ തന്നെ തകർത്ത് കളയാം. പിന്നീട് അവർക്കത് പശ്ചാത്തപിച്ചാൽ പോലും തകർന്നു പോയത് തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം എന്ത് ചിന്തിക്കുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ മോട്ടീവ് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്തെങ്കിലും ഒരു പൊടിക്ക് തിന്മയുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ചെക്ക് ചെയ്തില്ല എങ്കിൽ അത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പിശാച് അതിനെ കൊണ്ടെത്തിക്കും. ഇത് ഇപ്പം നമ്മൾ ആ ബീച്ചിലാണ്, ഇത് വലിയൊരു മല, ഇങ്ങനെ ചുറ്റിലിങ്ങനെ മലയുണ്ട് കേട്ടോ. ഈ മലയുടെ ഉള്ളിൽ വലിയൊരു ഗുഹയാണ് ഇത്. നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ ആ കടലാണ് അപ്പുറേ, ആ കടലിൽ നിന്നുള്ള വെള്ളം ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വന്നു കയറുക. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ആൾക്കാരൊക്കെ വരും. ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഇത്. ഒരുപാട് ടൂറിസ്റ്റുകൾ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ലേറ്റ് ടൈമാണ്, ഈവനിങ് ആണ്. കണ്ടോ ആ ഗുഹ ഉണ്ടോ, അത് കടലാണത്. ആ കടലിൽ നിന്ന് വെള്ളം ഈ ഗുഹ പോലെയുള്ള ഇതിലൂടെ നേരെ വെള്ളം ഇങ്ങോട്ട് വരും. ഈ വെള്ളം നല്ല തിരമാലകളും വേലിയേറ്റമൊക്കെ ഉള്ളപ്പോൾ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരും, ഇവിടെയൊക്കെ നിറയും. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങളൊക്കെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലം ഈ ഇതിൻ്റെ മേഖലയിലേക്കാണ് ഈ മേഴ്സർ ബേയിൽ നിന്നും ആളുകൾ ട്രക്കിംഗ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ മിസ്സിങ് നടക്കുന്നത്. അപ്പോൾ കൊലപാതകം പണ്ട് മുതൽ, ഈ കൊലപാതകം എന്ന് പറയുന്നത് പിശാച് വിതച്ചതാണ്, മനുഷ്യൻ വിതച്ചതല്ല കൊലപാതകം. ആബേലിനെ കൊന്നത് ഈ കായേൽ ഇത് ചെയ്യുമ്പോൾ ഒരു മരണം, അത്ര വലിയ നാശം സാത്താൻ വിതച്ച് കളഞ്ഞു. അതുപോലെ തന്നെ യൂദാസിൻ്റെ നാശം വിതച്ച് കാട്ടിക്കളഞ്ഞു. നമ്മളെപ്പോഴും നന്മ മാത്രം ചിന്തിക്കുക, ഉദ്ദേശശുദ്ധി ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് മൈൻഡായിരിക്കണം നമുക്ക് എല്ലാവർക്കും. ഒരാളെ നശിപ്പിച്ച് കളയാം, ഒരാളെ തകർത്ത് കളയാം, അല്ലെങ്കിൽ അവൻ അങ്ങനെ അങ്ങ് വളർന്നാൽ ശരിയാകത്തില്ല എന്നുള്ള മനോഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് കളയാം. എല്ലാവരും വളരട്ടെ, എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ, എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടണം എന്നായിരിക്കണം നമ്മുടെ ആഗ്രഹം, അല്ലേ? മോസസ് ഇങ്ങനെയായിരുന്നു. ലോകത്തിൽ ദൈവം വചനത്തിൽ പറയുക, മോസസിനെ പോലെ സൗമ്യനായ ഒരു മനുഷ്യനില്ല. എന്താ കാരണം എന്നറിയാമോ? ജനങ്ങൾ മുഴുവൻ പാപത്തിൽ നശിക്കാൻ പോകുമ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവരെ ആരെയും അവിടുന്ന് തകരാൻ അനുവദിച്ചു കളയല്ലേ എന്ന് ദൈവസന്നിധി മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മോസസിനെ കാണാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ജനം മുഴുവൻ മോസസിനെതിരാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടും മോസസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാം. അതാണ് കൺസ്ട്രക്റ്റീവ് മൈൻഡ്. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം, നമ്മളെ വഞ്ചിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. അപ്പം നമ്മൾ വിചാരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം? നേട്ടമുണ്ട്. അത്യുന്നതനായ ഒരു ദൈവമുണ്ട് നമ്മുടെ മുമ്പിൽ, അദൃശ്യനായി നിലകൊള്ളുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഞങ്ങളിത് സംസാരിക്കുമ്പോൾ പോലും യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്കറിയാം. ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ഈ ലോകത്ത് പൈശാചിക ശക്തികളുടെ സാന്നിധ്യവും പാപത്തിൽ ജീവിക്കുന്നവർക്ക് അനുഭവിക്കാൻ പറ്റും. അതുപോലെ ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുക, നമ്മുടെ പ്രവർത്തികളൊക്കെയും പവിത്രീകരിക്കുക. പരിശുദ്ധാത്മാവിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പവിത്രീകരിക്കണം. അങ്ങനെ അനേകം ആളുകളുടെ നന്മ നമ്മൾ കാക്ഷിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നതാവണം, പരിശുദ്ധാത്മവൽക്കരിക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.